മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു മീൻ വറുത്താലോ? എന്ത് മീനാന്ന് അറിയണ്ടേ? ഉണക്കമീൻ. എന്തുണക്ക മീനാന്ന് അറിയണ്ടേ? പരവ. കണ്ടോ പരവ? കണ്ടോ? നാട്ടിലോട്ടൊക്കെ ഇതിന് പരവാന്ന് പറയും, ഈ നാട്ടിൽ പറയുന്നത് അടവ്. നമുക്ക് വറുക്കാം. ആദ്യം മീൻ വെട്ടി നന്നാക്കി എടുക്കുക. വെള്ളത്തിലിടണം നേരത്തെ കേട്ടോ. ഉപ്പുണ്ടേ, ഉപ്പ് മീനായതുകൊണ്ട് ഉപ്പുണ്ട്. ഇതിൻ്റെ ഒരു കഷ്ണം മതി എത്ര ഭക്ഷണം കഴിക്കാൻ. ചോറ് പോകുന്ന വഴിയൊന്നും അറിയില്ല. നമുക്ക് ഉണ്ടാക്കാം. ആദ്യം മീൻ വെള്ളത്തിലിട്ട് നന്നാക്കി കഴുകിയെടുക്കുക. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഇളക്കി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് വേണ്ട കേട്ടോ. ഉപ്പ് മീനാണ്, ഉപ്പിടല്ലേ. ഉപ്പിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. മീനിന് തന്നെ നല്ല ഉപ്പാണ്. നമുക്ക് എന്നിട്ട് പാനി കുറച്ച് എണ്ണ വെച്ച്, കുറച്ച് എണ്ണ മതി. ബാക്കി എണ്ണ വന്നാൽ കൊള്ളൂല. നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചത് കണ്ടോ, ദോശക്കല്ലല്ല, പരന്ന് കിടക്കും. എല്ലായിടും ഒരുപോലെ മൂത്ത് കിട്ടും. ഒത്തിരി എണ്ണ എന്തിനാ, നമുക്ക് ബാക്കി കളയണ്ട. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ പോരെ. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ചാനൽ കേരളം ബൈ ശോശാമ്മ. തീ കുറച്ച് വെച്ചാൽ മതിയേ. തീ കൂടുതലായ കങ്ങം കയറി എളുപ്പം കരിഞ്ഞു പോകും. നമുക്കതിന് കുറച്ച് തീ വെച്ചാൽ മതി. കണ്ടോ, ചോറ് പോകുന്ന വഴി അറിയില്ല. അതേ ഒരു കഷ്ണം കൂട്ടിയാൽ മോരോ, പച്ചമോര്, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ, ഇഞ്ചിയും ചുമന്നുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട മോര് കറി, കരിയാപ്പലയും, പിന്നെ ഒരു തോരൻ. കണ്ട, ഞാൻ ചക്കക്കുരു തോരനും വെച്ച്. ഉണ്ടോ? മൂക്കട്ടെ. ചെറുതീ മതി കേട്ടോ. വലിയ തീ വെച്ചാൽ കരിഞ്ഞു പോവേ. ഒന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അന്നേരം നമുക്ക് കൊണ്ടല്ലെടുക്കാം. നാട്ടിലെ പരവ, ഇവിടുത്തെ അടവ്. കണ്ടോ, ഉണക്കമീന. ഇത് ഞാൻ ഉണക്കിയ മീനാണ്. ഇത് കഴുകി ഞാൻ ഉപ്പിട്ട് വെച്ചു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അവിടെ ഇരുന്ന് ഉണങ്ങി. വെള്ളമൊക്കെ പോയിട്ട് വേണം കേട്ടോ വെക്കാൻ. അതിൻ്റെ ഉപ്പും വെള്ളവും എല്ലാം പോയി കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കേടായി പോവും. ഉപ്പിട്ട് വെച്ച് ഒരു ദിവസം കഴിഞ്ഞ് ആ വെള്ളം, അതിനകത്തുള്ള വെള്ളവും ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക.
എന്നിട്ട് നമുക്ക് മീൻ വേണമെന്ന് തോന്നുമ്പോൾ എടുത്ത് വറക്കാം, പച്ചക്കറി വെക്കാം. തേങ്ങയും ഒക്കെ അരച്ച്, തേങ്ങയും മാങ്ങയും എല്ലാം കൂടെ ഇട്ടൊരു പച്ചക്കറി, തേങ്ങ അരച്ച്, തേങ്ങയും ഉള്ളിയെല്ലാം കൂടെ അരച്ചിട്ട് മാങ്ങായും കീറിയിട്ട് കറി വെക്കാം. നാട്ടിലോട്ടൊക്കെ എങ്ങനെ വെക്കും ഞങ്ങൾ. ഈ നാട്ടിൽ എനിക്കറിയില്ല, നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ചെയ്യും. അല്ല, മീൻ മൂത്ത് വരുന്നുണ്ട്. കണ്ടോ, നല്ല ഉണക്ക മീനാണ് കേട്ടോ. കണ്ടോ, ഒരു കുഴപ്പമില്ല. കണ്ടോ, നല്ലോണം ഉണ്ടോ. പരവ ഉണങ്ങിയത് നമുക്ക് വറുത്തെടുക്കാം. ചെറുതീയിലേ വറുക്കാവൂ. ഒത്തിരി തീയായ കങ്ങം കയറിപ്പോവും, കറുത്തിരിക്കും, ചുവയ്ക്കുകയും ചെയ്യും. സിമ്മിലിടുക. ഒന്ന് ഇടയ്ക്കൊന്ന് മൂടി വെച്ച് കൊടുത്താൽ ആവി കൊണ്ടും വേവും. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഞാൻ വലുതൊക്കെ ഒന്ന് മുറിച്ചിട്ടു, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ലപോലെ ചെറുതീയിൽ പൊരിഞ്ഞ് വരട്ടെ. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ കുളത്തിലുണ്ടായ മീൻ ഇതുപോലെ ഉണക്കി വറുത്ത് അത് ഞാൻ ഇട്ടായിരുന്നു. പക്ഷെ ആരോ അത് മായ്ച്ച് കളഞ്ഞു. എന്നാലും പരവ വറുത്തത്. ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പരവ, ഈ നാട്ടിൽ അടവ, ചില നാട്ടിൽ തൊഴുക, അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ പേര് പറയും. കണ്ടോ, ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചുള്ളൂ. ഒത്തിരി എണ്ണ ഒഴിച്ചാൽ ഇത് ബാക്കി എണ്ണ വന്നു പോകും. വെറുതെ അത് വെച്ച് ഇതാക്കണ്ട. നമ്മൾ എന്തോരം സാധനം നശിപ്പിച്ച് കളയും. എത്രയോ പേരില്ലാത്തവരുണ്ട്, അവർക്ക് കൊടുക്കാമല്ലോ. ഓരോരുത്തർ ഒത്തിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ച് അത് പൊരിച്ചങ്ങോട്ട് എടുത്തിട്ട് ബാക്കി എണ്ണ എടുത്ത് കളയും. എത്രയോ പേര് ഭക്ഷണം ഇല്ലാതെ കഴിയുന്നവരുണ്ട്. വറുത്ത് വരുമ്പോഴത്തേക്ക് എണ്ണ പാകത്തിനുള്ള എണ്ണ, ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ, ഒരു ദോശക്കല്ലേ വെച്ചാൽ പരന്ന് കിടക്കും. മീൻ മറക്കുമ്പോൾ, ഉണക്കമീൻ മറക്കുമ്പോൾ ഒട്ടും ഉപ്പ് ചേർക്കരുത് കേട്ടോ. ഉപ്പ് ചേർത്താൽ കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ മുളകിൻ്റെ കുത്തൽ.
പരവ വറുത്തത് കണ്ടോ. ഇപ്പം പാകത്തിന് ഉപ്പുകൊണ്ട് പരവ വറുത്തത്. ഇത് പരവമീൻ കൊണ്ടുവന്ന് നല്ലൊരു കഴുകിയിട്ട് കുറച്ച് ഉപ്പിട്ട് ഒരു കവറിൽ, പ്ലാസ്റ്റിക് കവറിലായാലും മതി, കെട്ടിയിട്ട് അതിന് ഒരു ചെറിയ കുത്തിട്ട് കൊടുക്കുക. ഉപ്പും വെള്ളമെല്ലാം ഊർന്ന് അതിൽ നിന്ന് പോരും. എന്നിട്ട് നമുക്ക് ആ മീനെടുത്ത് 2 ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് മുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ തേച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുക. കൂടുതൽ എണ്ണ ഒഴിക്കാൻ കേട്ടോ, ഓരോരോ ആവശ്യാനുസരണം ഒഴിക്കാം. ഞാനിങ്ങനെ കുറച്ച് എടുത്ത് വെറുതെ ബാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളുടെ ഉച്ചക്കത്തെ കറി മീൻ വറുത്തത്, ചക്കക്കുരു തോരൻ, മോര്, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടെടുത്ത മോര്, നൂലുപുങ്ക അച്ചാറ്, ചോറും. പരവ മീൻ വറുത്തത്. പക്ഷെ ഈ പരവ പച്ചക്കായാലും നല്ലത് ഉണക്കലാണ്. ഉണക്കലിന് പ്രത്യേക ഒരു രുചിയാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ. എല്ലാവരും ചെയ്തു നോക്കണേ, ചെയ്തു നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഞാൻ മുറിച്ചിട്ടാണ് വറുത്തത്. അതിൽ ഉപ്പ് പോകാനും എളുപ്പമുണ്ട്. പിന്നെ ഒരു മീൻ ഒരാൾ കൂട്ടൂല ഉപ്പുള്ളതുകൊണ്ട്. ഒരു കഷ്ണമൊക്കെ കൂട്ടത്തുള്ളൂ. പക്ഷെ ഒരു കഷ്ണം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാനും. ചോറ്, കപ്പ, ചക്ക, ചപ്പാത്തി, ദോശ എല്ലാം കഴിക്കാം കേട്ടോ, പൊറോട്ട.
എല്ലാവരും ചെയ്ത് നോക്കുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക മറക്കണ്ട. പരവ വറുത്തത്, ഉണക്കപ്പരവ വറുത്തത്.